അടിയന്തരാവസ്ഥക്കാലത്ത് RSSുമായി കൂട്ടുചേർന്നിട്ടുണ്ടെന്ന MV ഗോവിന്ദന്റെ പ്രസ്താവന തിരുത്തി മുഖ്യമന്ത്രി. RSSുമായി ഒരു കാലത്തും യോജിച്ചിട്ടില്ല. ജനതാ പാർട്ടിയുമായി തെരഞ്ഞെടുപ്പ് സഹകരണം മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ തലേന്ന് പാർട്ടി സെക്രട്ടറിയിൽ നിന്നുണ്ടായ പിഴവിനെ പ്രതിരോധിക്കാനായിരുന്നു മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ ഏറെ സമയവും വിനിയോഗിച്ചത്. RSSനോടുള്ള CPIMന്റെ ഇതപര്യന്തമുള്ള സമീപനം വിശദീകരിച്ച മുഖ്യമന്ത്രി പാർട്ടി സെക്രട്ടറിയെ അക്ഷരാർത്ഥത്തിൽ തിരുത്തുകയായിരുന്നു. എന്നാൽ വ്യക്തിപരമായി MV ഗോവിന്ദന്റെ പേര് പറഞ്ഞില്ലെന്ന് മാത്രം. ഞങ്ങളെ കൊലപ്പെടുത്താൻ ആയുധമൊരുക്കി കാത്തിരിക്കുന്ന വർഗീയ കൂട്ടമാണ് RSS. അവരോട് ഇന്നലെയും യോജിപ്പില്ല, ഇന്നും യോജിപ്പില്ല, നാളെയും യോജിപ്പുണ്ടാവില്ല. RSSനോടുള്ള പാർട്ടിയുടെ സമീപനം വ്യക്തമാക്കുന്നതിനിടയിൽ കോൺഗ്രസ് സ്വീകരിച്ച നിലപാടിനെ കുറ്റപ്പെടുത്താനും മുഖ്യമന്ത്രി മറന്നില്ല. RSS ആരാധിക്കുന്ന ഫോട്ടോകൾക്ക് മുന്നിൽ ചിലർ താണു വണങ്ങിയ നില കേരളം കണ്ടതാണല്ലോ. RSS ശാഖക്ക് കാവൽ നിൽക്കലായിരുന്നു അന്നേരം ഞങ്ങളുടെ പണിയെന്ന് പറഞ്ഞത് ആരായിരുന്നു? രാജ്ഭവനിലെ ഭാരതാംബ വിവാദത്തിൽ ഇതാദ്യമായി പ്രതികരിച്ച മുഖ്യമന്ത്രി അവിടെയും RSSനോടുള്ള നിലപാട് കടുപ്പിച്ചു. ഔദ്യോഗിക ചടങ്ങിൽ നിന്ന് ഭാരതാംബയുടെ ചിത്രം ഒഴിവാക്കിയെന്ന് പറഞ്ഞതിലൂടെ ഗവർണർക്കും കാര്യങ്ങൾ ബോധ്യമായെന്ന് മുഖ്യമന്ത്രി പ്രതികരിച്ചു. സർക്കാർ പരിപാടി എന്ന് പറയുമ്പോൾ സർക്കാർ അംഗീകരിച്ചിട്ടുള്ള പൊതു ബിംബങ്ങൾ മാത്രമേ അവിടെ ഉണ്ടാകാൻ പാടുള്ളൂ. അതിൽ നിന്ന് വ്യത്യസ്തമായൊരു നില വന്നതുകൊണ്ടാണ് അതിനോട് യോജിപ്പില്ല എന്ന് കൃഷിമന്ത്രി രാജ്ഭവനെ അറിയിച്ചത്. രാജ്ഭവനിൽ സംഘപരിവാർ നേതാക്കളുടെ ചിത്രം വെച്ചതിനെ രൂക്ഷമായി വിമർശിച്ച മുഖ്യമന്ത്രി അവിടം RSS ശാഖയാക്കാൻ അനുവദിക്കില്ലെന്നും തറപ്പിച്ചു പറഞ്ഞു. രാജ്ഭവനെ RSSന്റെ അജണ്ട നടപ്പാക്കുന്ന ഒരു സ്ഥലമായി മാറ്റാൻ പാടില്ല. രാജ്ഭവനെ RSS ശാഖയുടെ നിലവാരത്തിലേക്ക് താഴ്ത്താൻ ശ്രമിക്കരുത്. ജനസംഘവുമായി സഹകരിച്ചതിൽ പ്രതിഷേധിച്ച് P. സുന്ദരയ്യ CPIMന്റെ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചതിനെക്കുറിച്ചുള്ള ചോദ്യത്തിൽ നിന്ന് മുഖ്യമന്ത്രി വ്യക്തമായി മറുപടി പറയാതെ ഒഴിഞ്ഞുമാറി. 24 തിരുവനന്തപുരം.